ചിച്ചസ്റ്ററിലോട്ടാണ്. ചിച്ചസ്റ്ററിലെ തന്നെ വേൾഡ് ഫേമസ് ആയ ഒരു ചിച്ചസ്റ്റർ കത്തീഡ്രൽ കാണാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ചിച്ചസ്റ്റർ എത്തിയിരിക്കുകയാണ്. ചിച്ചസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AD 43 കാലഘട്ടം തൊട്ട് റോമൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ചിച്ചസ്റ്റർ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 2-3 മൈലിനപ്പുറം ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കടകളാണ്. പല തരത്തിലുള്ള കടകളാണ്. പ്രത്യേകിച്ച് ആൻറ്റീക്ക് സാധനങ്ങൾക്കൊക്കെ ഇവിടെ നല്ല ഡിമാൻഡാണ്. ഇഷ്ടം പോലെ ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ചിച്ചസ്റ്റർ ക്രോസ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബിഷപ്പ് എഡ്വേർഡ് സ്റ്റോറി നിർമ്മിച്ചതാണ് ഈ ക്രോസ്. നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിച്ചസ്റ്റർ കത്തീഡ്രലിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് നമുക്ക് നടക്കാനുള്ളൂ. നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ വളരെ വലുതാണ്. നമുക്കിവിടെ എൻട്രൻസ് ഫീ ഒന്നും വരുന്നില്ല, തികച്ചും സൗജന്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകുന്ന ഓരോ സൈഡിലും അവർ പേ ചെയ്യുന്ന മെഷീൻ കാണും. അതുവഴി ടാപ്പ് ചെയ്ത് നമുക്ക് എമൗണ്ട് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ബാപ്റ്റിസ്റ്ററി അഥവാ മാമോദീസ തൊട്ടി. ഈ കത്തീഡ്രൽ പണ്ടത്തെ കാലം തൊട്ടുള്ള മാമോദീസ തൊട്ടിയാണിത്. സെന്റ് ജോർജിന്റെ ചാപ്പൽ അഥവാ ചാപ്പൽ ഓഫ് സെന്റ് ജോർജ്. ഇത് ശരിക്കും വേൾഡ് വാർ 2 മരണമടഞ്ഞ 7000 ബ്രിട്ടീഷ് സോൾജിയേഴ്സിന് വേണ്ടി പണി കഴിപ്പിച്ച, അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച ഒരു ചാപ്പലാണ്. അപ്പോൾ ഇതാണ് ചാപ്പൽ ഓഫ് സെന്റ് ക്ലെമന്റ്. ഇത് ശരിക്കും റോയൽ എയർഫോഴ്സിനെ ഓർമ്മിക്കാനായിട്ട്, അവരുടെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടി ചെയ്തതാണ് ഈ ചാപ്പല്. ഹൈ അൾത്താർ. പണ്ടത്തെ പുരോഹിതന്മാര് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. ഇതാണ് 2-ാം നൂറ്റാണ്ടില് റോമൻ ഉപയോഗിച്ചിരുന്ന തറയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ശരിക്കും 1968 ഇത് കണ്ടുപിടിക്കുന്നത്. അൾത്താരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കർട്ടനാണിത്. 1968 ഉപയോഗിച്ചിരുന്ന കർട്ടനാണ്. ഇംഗ്ലീഷ് ഫേമസ് പോയറ്റായ ഫിലിപ്പ് ബ്ലാക്കിന്റെ കവിതയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. അരുണ്ടേൽ ഡോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഇത് ശരിക്കും പള്ളിയുടെ ഇടനാഴിയാണ്. അതായത് ഈ പോകുന്ന വഴിക്കാണ് ശരിക്കും റെസ്റ്റോറൻറ്റും കത്തീഡ്രൽ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളുള്ളത് ബിഷപ്സ് പാലസ് ഗാർഡനിലാണ്. കത്തീഡ്രലിന്റെ തൊട്ടടുത്താണ് ഈ ഗാർഡൻ വരുന്നത്. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പൊ പൂവും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം സീസൺ വിന്റർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വിശ്രമിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ വേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ ഈ കാണുന്ന വാൾസ് സിറ്റി വാൾസ് എന്നാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏകദേശം AD 400 കാലഘട്ടങ്ങളിൽ റോമൻസ് ബിൽഡ് ചെയ്തതാണിത്. ശരിക്കും ബാർബേറിയൻസിന്റെ അറ്റാക്കിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ വാൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.